എക്സ്പോർട്ട് ബിസിനസ്, കയറ്റുമതി ബിസിനസ്, അതെൻ്റെ ഒരു മാസ്റ്റർ പീസാണ്. ഞാൻ ആ കയറ്റുമതിയെക്കുറിച്ച് കയറ്റുമതി എങ്ങനെ ചെയ്യണം, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, ഫോർമാലിറ്റീസ് എന്താണ്, വിദേശ രാജ്യങ്ങളിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നത്, ഇതൊക്കെ പറഞ്ഞ് ഞാൻ പല വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പറയാൻ പോകുന്നത് അതൊന്നുമല്ല. കയറ്റുമതി ബിസിനസ് ചെയ്യണമെന്നൊരു പാഷനായിട്ട് കയറ്റുമതി ബിസിനസ് ചെയ്യണം എന്ന ഒരു ആഗ്രഹം വളരെ പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഗവൺമെൻറ്. അത് ഞാനൊരു കയറ്റുമതിക്കാരനാണെന്ന് 4 പേര് അറിയണം, ഇതാണ് അവരുടെ ആഗ്രഹം. നല്ല കാര്യം, ഇരുന്നോട്ടെ. പക്ഷേ ഈ കയറ്റുമതി ബിസിനസ്സിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടാതെ ആയിപ്പോയാലുണ്ടല്ലോ, പേയ്മെൻറ്റ് കിട്ടൂല. ഇപ്പം നിങ്ങളൊരു ഉദാഹരണത്തിന് ഒരു 50 ലക്ഷമോ 1 കോടിയോ ഈ ബാസ്മതി റൈസൊക്കെ ഗൾഫിൽ, പ്രത്യേകിച്ച് GCC കൺട്രി UAE, GCC UAEയിലും മലയാളികൾ ധാരാളം ഉള്ള സ്ഥലമാണ്. അവിടെ നിന്നൊക്കെ എൻക്വയറി, ഇവരൊക്കെ പോയി അവിടെ ഓരോ സൂപ്പർ മാർക്കറ്റ് ഇട്ടിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, എൻക്വയറി കൊടുക്കും. എൻക്വയറി കൊടുത്ത് പ്രൈസൊക്കെ കോട്ട് ചെയ്ത് സാമ്പിളൊക്കെ വാങ്ങിച്ച് അവസാനം പേയ്മെൻറ്റ് തരാമെന്ന് പറയും. എന്നിട്ട് വന്നിട്ട് തരാമെന്ന് പറയും. ഷിപ്മെൻറ്റ് ദുബായിൽ എത്തിയിട്ട് തരാം എന്ന് പറയും. ഷിപ്മെൻറ്റ് ദുബായിൽ എത്തിയിട്ട് തരില്ല എന്ന് മാത്രമല്ല, അവർ എടുക്കാനേ പോകത്തില്ല. അത് അവിടെ കിടന്ന് ഡെമറേജ് ആയി വലിയ പ്രശ്നമാവും. അപ്പം നിയമവശങ്ങളെല്ലാം മനസ്സിലാവാണ്ട് കച്ചവടം ചെയ്ത് ഒരുപാട് പേര് വളരെയധികം ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. ഇത് അറിഞ്ഞൂടാത്തവരുടെ കേസ്. ഇനി അറിയാവുന്നവരുണ്ട്, കച്ചവടം ചെയ്യാൻ നല്ല പരിചയമാണ്, കണ്ടമാനം ചെയ്തവരുമാണ്. അവർക്കും പറ്റി വിയറ്റ്നാം കോടതിയിൽ നിന്ന് ഒരു 4 കോടി രൂപ ഒരു മലയാളിക്ക് ബോംബെയിൽ, അവർ ബഫല്ലോ ലെഗ്സ് വിയറ്റ്നാമിലോട്ട് കയറ്റുമതി ചെയ്യുന്നതാണ്. അവരെത്രയോ കൊല്ലം, അതായത് 20 കൊല്ലത്തോളം ചെയ്തുകൊണ്ടിരുന്നവരെയും പറ്റിച്ചു. അപ്പോൾ ഇത് വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ നിങ്ങൾ പറ്റിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് ഫയൽ ചെയ്യുന്നത് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അല്ല എന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏത് കോടതിയിലാണ് എന്നൊരു പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾ അയക്കുന്നത് മലയാളികൾക്ക് തന്നെയാണെങ്കിൽ പോലും അത് നാട്ടിൽ വരുമ്പോൾ അതിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. കാരണം അത് നിങ്ങൾക്കെതിരെയുള്ള തെളിവായി പോകും. അതായത് നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് ഒരാൾ 1 കോടി രൂപ തരാനുണ്ട്. അപ്പോൾ 1 കോടി രൂപ ഇന്ത്യൻ റുപ്പിയുടെ ഈക്വൽ ടു $. മനസ്സിലാവുന്നുണ്ടോ? അയാൾ പറയുകയാണെങ്കിൽ നാട്ടിൽ വന്ന് പൈസ തന്നുകൊള്ളാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങരുത്. കാരണം അത് 7 കൊല്ലം വരെ തടവ് ശിക്ഷ കിട്ടാവുന്നതാണ്. കാരണം നിങ്ങൾ വിദേശ രാജ്യത്തോട്ട് സാധനം കയറ്റുമതി ചെയ്താൽ വിദേശത്ത് നിന്ന് അതേ അക്കൗണ്ട്, നിങ്ങൾ ഏത് അക്കൗണ്ട് വഴിയാണോ സാധനം വിട്ടത്, ബിൽ ഓഫ് ലേഡിംഗ് ഡോക്യുമെൻറ്റ്സ് പോകുന്നത്, നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, ബാങ്ക് അക്കൗണ്ട് വേണം. അതേ അക്കൗണ്ടിൽ തന്നെ വിദേശ നാണ്യം വന്നിരിക്കണം, സെയിൽ പ്രോസീസ്. എന്നാലേ റിസർവ് ബാങ്ക് നിങ്ങളെ വെറുതെ വിടൂ. അല്ല എന്നുണ്ടെങ്കിൽ 180 days, ഇപ്പോൾ അത് 9 months വരെ കൊടുത്തിട്ടുണ്ട്, അവർ നോട്ടീസ് തരും. എന്നിട്ട് നിങ്ങൾ പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൈസ വന്ന കണക്ക് റിസർവ് ബാങ്കിനെ ഏൽപ്പിക്കണം. $. വന്നു, നിങ്ങൾ റിസർവ് ബാങ്കിന് കൊടുക്കാനല്ല, നിങ്ങളുടെ അക്കൗണ്ട് വഴി വന്നു. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഫോറിൻ എക്സ്ചേഞ്ച് സേവിങ് വരാൻ വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ ഒരു വീഡിയോ എല്ലാവർക്കും കേട്ടാൽ മനസ്സിലാവില്ല, കച്ചവടത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എൻ്റെ പൈസ നഷ്ടപ്പെട്ടു, സർക്കാരിന് എന്ത് നല്ല, വിദേശ രാജ്യത്ത് നിങ്ങൾക്ക് 1 കോടി രൂപ കിട്ടാനുണ്ട്, നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്കല്ലേ നഷ്ടം, സർക്കാരിന് എന്ത് നഷ്ടം അല്ലേ? ഇതാണ് നിങ്ങളുടെ ചോദ്യം. ആണ്, സർക്കാരിന് ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടേണ്ടത് കിട്ടിയില്ല. അതുകൊണ്ട് ആ വിദേശത്തുള്ള ആൾ പറയുകയാണെങ്കിൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ തരാം. അപ്പം നിങ്ങൾ നാട്ടിൽ വരുമ്പോഴത്തേക്ക് അയാളെ പിടിച്ചു നിർത്തി വാങ്ങാൻ അയാളൊരു പോലീസിന് പരാതി കൊടുത്താൽ നോൺ ബെയിൽ ഓഫ് ഒഫൻസ് ആണ്. നിങ്ങൾക്ക് 7 കൊല്ലം അകത്തായി പോകും. കാരണം വിദേശത്തു നിന്ന് $. കിട്ടേണ്ടതിന് ഇന്ത്യയിൽ ക്യാഷായിട്ട് ചോദിച്ചു, ഹവാല പോലെ ആയിപ്പോയി അല്ലേ? അപ്പോൾ ഈ നിയമങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ കാശും പോയി, മാനവും പോയി, ജയിൽവാസവും ആവും. ക്ലിയർ? അപ്പോൾ അതിന് വേറെ ചില വകുപ്പുകളുണ്ട്. വിദേശ രാജ്യത്ത് ഒരാൾ നിങ്ങൾ തരാൻ പൈസ ഇടുന്നത് നിങ്ങൾ വിഷമിച്ചിരിക്കുകയൊന്നും വേണ്ട. ഞാൻ എൻ്റെ വകുപ്പുകളും വഴികളും എല്ലാം പറഞ്ഞു തരാം. ഇപ്പം ഒരു കയറ്റുമതിക്കാരനെ വിദേശത്ത് ആരെങ്കിലും പറ്റിച്ചെന്നുണ്ടെങ്കിൽ ഒരിക്കലും കയറ്റുമതിക്കാരന് വലിയ വിഷമമാവും അല്ലേ? പക്ഷേ ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് കേസുകൾ കൈകാര്യം ചെയ്യുന്ന വക്കീൽ എന്നുള്ള നിലയ്ക്ക് ആ കയറ്റുമതിക്കാരനെ കുറിച്ച് ഞാൻ വറീഡേ അല്ല. കാരണം എനിക്കറിയാം, ബയ്യറിനെ നമുക്ക് പൂട്ടാനറിയാം, ലോക്ക് ചെയ്യണം, ബയ്യറിനെ ലോക്ക് ചെയ്യണം വിദേശ രാജ്യത്തുള്ള. അതെങ്ങനെ, അത് എപ്പോഴെങ്കിലും ഞാനൊരു അടുത്ത വീഡിയോയിൽ ചെയ്തു തരാം. നന്ദി, നമസ്കാരം.